ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കോഴിമുട്ട കൊണ്ട് ഒരു പ്ലേറ്റ് നിറയുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 5 ഏലക്ക കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മുട്ടയിലേക്ക് ചേർത്തിട്ടുള്ള പഞ്ചസാരയും ഇതെല്ലാം നമ്മൾ മൈദയിലേക്ക് ചേർക്കുമ്പോൾ ആ മധുരം ഒന്ന് ബാലൻസ് ആകാനാണ് ഒരു പിഞ്ച് ഉപ്പ് ചേർത്തത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ കയ്യിലില്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നതെങ്കിൽ ഈ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് നമുക്ക് മെൽറ്റ് ചെയ്തതോ മെൽറ്റ് ചെയ്യാത്തതോ ആയ നെയ്യ് ചേർത്ത് കൊടുക്കാം. മെൽറ്റ് ചെയ്ത നെയ്യാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് നെയ്യ് ചേർത്തതിന് ശേഷം നന്നായിട്ട് നെയ്യ് മാവിൻ്റെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയുടെയും പഞ്ചസാരയുടെയും ഏലക്കയുടെ ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1 കപ്പ് മൈദയിലേക്ക് നമുക്ക് ഒരു മുട്ട കറക്റ്റ് പാകമായിരിക്കും. മൈദയുടെ അളവ് നിങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ കൂടുതലായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അത് മറന്നു പോകരുത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് പാകമാണ്. ഇതിലേക്ക് നമുക്ക് വെള്ളമോ പാലോ ഒന്നും ആഡ് ചെയ്യേണ്ട. ഈ ഒരു മുട്ട അടിച്ചതുകൊണ്ട് തന്നെ 1 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ റവയും ചേർത്ത പൊടി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഇത് 4 മണി ചായക്കൊപ്പം നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ 10 മണിക്ക് കുട്ടികൾ സ്നാക്കൊക്കെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്കാണ്. നമുക്ക് യാത്രയിലൊക്കെ പോകുന്ന സമയത്ത് കയ്യിൽ കരുതാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതേപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് ഓയിലിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ഓയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ നീളത്തിലൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് മാവ്. എന്നിട്ട് ഞാൻ ഇതേപോലെ കത്രിക കൊണ്ടുവന്ന് ഇതേപോലെ കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു മാവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ റെഡിയാക്കി കത്രിക കൊണ്ട് ഇങ്ങനെ മുറിച്ചിടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ കുക്കിംഗ് ടൈമും അധികം വരുന്നില്ല. 1 മിനിറ്റിൽ താഴെ നമുക്കിതിന് കുക്കിംഗ് ടൈമായിട്ട് വരുന്നുള്ളൂ. വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഈ ഒരു ഷേപ്പിലൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് പെട്ടെന്ന് എടുത്ത് കഴിക്കാനും പറ്റും. കുക്കിംഗ് ടൈമും ഒരുപാട് സമയം എടുക്കുന്നില്ല. 1 മിനിറ്റിൻ്റെ താഴെ തന്നെ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. വളരെ കുറഞ്ഞ ചേരുവകളുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഇത് ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിത് തണുത്തിട്ട് ഒരു കുപ്പിയിലൊക്കെ ഇട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ എണ്ണയുടെ ചൂടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇട്ടത് എണ്ണ അല്പം ചൂടായതുകൊണ്ട് കുറച്ചൊന്നും മുരിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് മുഴുവനും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. കണ്ടോ, ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്. കണ്ടോ, ഇങ്ങനെ പൊടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ അഭിപ്രായം അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.